പക്ഷെ തൻ്റെ മുതുകിൽ ചവിട്ടിയല്ലോ, ആകെ പറ്റ താഴ്ന്നിരിക്കുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ സന്യാസി വര്യനെ ആ പശുക്കിടാവിനെ മുതുകത്ത് ചവിട്ടാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം വേഗം എവിടുന്നോ ഒരു കയറെടുത്ത് വന്നിട്ട് ആ പശുക്കിടാവിനെ കെട്ടി വലിച്ച് കരയ്ക്ക് കയറ്റി. ആ പശുക്കിടാവ് കരയിൽ കയറി. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. ആ പശുക്കിടാവിനെ കയറ്റുന്ന സമയത്ത് ആ സന്യാസി വര്യന്റെ ദേഹത്ത് മുറിപറ്റി. ലക്ഷ്മി ദേവി ചോദിച്ചു, ഇതെന്താണ് ഭഗവാനെ? ആ പശുവിന്റെ മുതുകിൽ ചവിട്ടിപ്പോയ ആ കള്ളനെ 4 സ്വർണ്ണ നാണയം ലഭിച്ചു, എന്നാൽ പശുവിനെ സംരക്ഷിച്ച ആ സന്യാസിക്ക് ദേഹത്ത് മുറിവും പറ്റിയെന്ന് പറയാണ്. അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് അദ്ദേഹം ചെയ്ത കർമ്മം. കാരണം അന്ന് ആ കള്ളനെ ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കിട്ടേണ്ട ദിവസമായിരുന്നു. എന്നാൽ ആ പശുവിന്റെ മുതുകിൽ ചവിട്ടിയ കർമ്മം കൊണ്ട് അദ്ദേഹത്തിന് 4 സ്വർണ്ണ നാണയം മാത്രമേ ലഭിച്ചുള്ളൂ എന്ന്. അപ്പോ ലക്ഷ്മി ദേവിക്ക് ആശങ്കയായി. പിന്നീട് ആ സന്യാസിക്ക് എന്താണ് മുറിവ് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് ആ സന്യാസിയുടെ ജീവിതത്തിൽ മരണമാണ് സംഭവിക്കേണ്ടത്. അദ്ദേഹം ചെയ്ത കർമ്മം കൊണ്ട് ആ മരണം പോലും അദ്ദേഹത്തിന് മുന്നിൽ വഴിതിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരു മുറിവ് മാത്രമേ പറ്റിയുള്ളൂ, ആ മരണം പോലും വഴിതിരിഞ്ഞു പോയി ഒരു മുറിവായിട്ട് മാറി എന്നുള്ളതാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. കാരണം മരണം സംഭവിക്കേണ്ട ആ സന്യാസി വര്യന് അന്ന് ദേഹത്ത് ചെറിയൊരു മുറിവ് മാത്രമേ സംഭവിച്ചുള്ളൂ. ആ പശുവിന്റെ മുതുകിൽ ചവിട്ടിയ കള്ളനെ ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കിട്ടേണ്ട ദിവസമായിരുന്നു. അദ്ദേഹം ചെയ്ത കർമ്മം കൊണ്ട് കേവലം 4 സ്വർണ്ണ നാണയം മാത്രമേ ലഭിച്ചുള്ളൂ എന്ന്. അപ്പൊ ഭാഗ്യത്തിനേക്കാളും വലുതെന്താണ്? കർമ്മം തന്നെയാണ്. എല്ലാവരും നല്ല കർമ്മങ്ങൾ ചെയ്യുക. എല്ലാവർക്കും ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. സർവം ശ്രീ